Hi, do you want to know the three secrets to speaking fluent in English? If you watch this video till the end, you will learn about it. ആദ്യത്തെ സീക്രട്ട് എന്ന് പറയുന്നത് ഇഫ് യു വോണ്ട് ടു സ്പീക്ക് എനി ലാംഗ്വേജ് യു മസ്റ്റ് ഹാവ് കറേജ്. അതായത് ഒരു ഭാഷയിൽ സംസാരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ആത്മവിശ്വാസത്തിന്റെ ഇത് കൂടിയാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ മലയാളികളെല്ലാം ഹിന്ദി പഠിച്ചിട്ടുണ്ട്. ആൻഡ് ഇഫ് യു ഗോ ഔട്ട്സൈഡ് കേരള വി ഹാവ് നോ പ്രോബ്ലംസ് ടു സ്പീക്ക് ഇൻ ഹിന്ദി. കാരണം വി നോ ദാറ്റ് ദേ ഡോണ്ട് ജഡ്ജ് us. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു സ്പീക്കിംഗ് ഇംഗ്ലീഷ് വി ആർ ടു മച്ച് സ്കെയർഡ്. ദാറ്റ് ഈസ് വി ഓൾവേസ് തിങ്ക് ദാറ്റ് അതേഴ്സ് വിൽ ജഡ്ജ് us. ഇതിന്റെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം എന്താന്ന് വെച്ചാൽ ഇഫ് യു കനോട്ട് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ് യു ടേക്ക് ദറ്റ് ബ്ലെയിം ഓൺ യുവർ സെൽഫ്. ഇപ്പോൾ ഞാൻ തന്നെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുമ്പോൾ പല കുട്ടികൾക്കും ആത്മവിശ്വാസത്തോടുകൂടി സംസാരിക്കാൻ വരണ്ടാകുമ്പോൾ അവരാ കുറ്റം സ്വയമായിട്ടാണ് കാണുന്നത്, എൻ്റെ കുറവ് കൊണ്ടാണെന്നാണ് കാണുന്നത്. ബട്ട് ആക്ച്വലി ഡു യു നോ വൺ തിങ്? For in my 20 years experience as a teacher in English, I understood one thing is that it is not the problem with you, it is a problem with the system. That is, നമ്മുടെ education system, it is not meant to make you speak in English. It is meant to remember you grammar. It is meant to remember you some rules. It is only meant you to write and score marks. കാരണം നമുക്കൊരു സ്പീക്കിംഗ് ടെസ്റ്റേ ഇല്ല. അപ്പോൾ what happens is that വി ആർ റോട്ട് ലേണേഴ്സ്. നമ്മൾ ബൈ ഹാർട്ട് പഠിച്ച് പ്രസന്റ് ചെയ്യുന്നതാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം, അതായത് എൻ്റെ കുറവ് കൊണ്ടാണ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്തത് എന്നുള്ള ആ ഒരു നെഗറ്റീവ് ചിന്താഗതിയാണ് നമ്മൾ ആദ്യം ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ മാറ്റേണ്ടത്. ഇറ്റ് ഈസ് നോട്ട് യുവർ ഫോൾട്ട് ആൻഡ് ബിലീവ് മീ യു ടു ക്യാൻ മാസ്റ്റർ ഇറ്റ്. ഏത് ഭാഷയും പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ബ്രെയിൻ ഇതാക്കിയിട്ടുള്ളത്. ദർ ആർ പീപ്പിൾ ഹു ക്യാൻ സ്പീക്ക് 30 or more languages because the brain is a language learning system and it can produce it. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം ഞാൻ കറേജിനെ കുറിച്ച് പറഞ്ഞു. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് യു ലാക്ക് നോളജ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങളോട് ഒരു റോക്കറ്റ് പ്രൊപ്പൽഷനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് പറയാൻ അറിവില്ല. ആൻഡ് ദർ ആർ സോ മെനി തിങ്സ് ദാറ്റ് വി ഡോണ്ട് നോ ഈവൻ ഇൻ മലയാളം. മലയാളത്തിൽ പോലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇതേ പ്രശ്നമാണ് പലപ്പോഴും നമുക്ക് സംസാരിക്കാൻ നോക്കുമ്പോൾ നമുക്കത് പറയേണ്ട അറിവോ കോണ്ടെക്സ്റ്റോ ഇല്ല. ഇത് മാത്രമല്ല, ഈവൻ ഇഫ് യു ആർ ദ ബെസ്റ്റ് സ്പീക്കർ ഓഫ് മലയാളം, ദർ ആർ സർട്ടൻ ഒക്കേഷൻസ് വി മേക്ക് എ മെസ് ഓഫ് ഇറ്റ്. നമുക്ക് നന്നായിട്ട് അറിഞ്ഞാൽ പോലും നമ്മൾ ചിലപ്പോൾ ഒരു പ്രസന്റേഷനോ ഒരു സ്പീച്ചോ അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുക്കുമ്പോൾ മലയാളത്തിലാണെങ്കിൽ പോലും നമ്മൾ വലിയ മിസ്റ്റേക്സ് വരുത്താറുണ്ട്. അതിന് കാര്യം എന്ന് വെച്ചാൽ യു ക്യാൻ നെവർ എവർ ബി ദ ഗുഡ് സ്പീക്കർ ഓൾവേസ്. ദർ ആർ ഓൺലി സം ലെവൽസ്. ഓക്കെ ഡിയർ. അപ്പോൾ സംടൈംസ് യു മേ നോട്ട് ബി സ്പീക്കിംഗ് ഇംഗ്ലീഷ് ബിക്കോസ് ലാക്ക് ഓഫ് നോളജ് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആൻഡ് ദ തേർഡ് വൺ ഈസ് നോൺ ആസ് ലാംഗ്വേജ്. അതായത് നമുക്ക് കറേജും ദെൻ ഇഫ് യു ഹാവ് നോളജ് ഓഫ് സ്പീക്കിംഗ്, അത് കഴിഞ്ഞിട്ടേ നമുക്കൊരു ഭാഷയുടെ ആവശ്യം വരുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾ വിദേശത്ത് അല്ലെങ്കിൽ നമ്മൾ പുറത്തു പോകണമെങ്കിൽ തന്നെ ഇഫ് യു ഡോണ്ട് നോ സംതിങ് നമുക്ക് ചൂണ്ടിക്കാണിക്കാം, നമുക്ക് എന്ത് സാധനം വേണമെങ്കിലും. അതായത് ഒരു ആക്ഷൻ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും ബേസിക് ആയിട്ട്. പക്ഷേ ഭാഷ അറിഞ്ഞാൽ മാത്രമേ ആ ഒരു വ്യക്തിയുമായിട്ട് നമുക്കൊരു ഡീപ്പ് ബന്ധം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പണിക്ക് വരുന്ന കുറേ ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ദേ സ്പീക്ക് മലയാളം, അവർ മലയാളം പിക്ക് ചെയ്യും ആൻഡ് ബട്ട് ദേ ക്യാൻ നെവർ അണ്ടർസ്റ്റാൻഡ് ദ ജോക്സ് വി സേ ആൻഡ് ദേ കനോട്ട് ഇമോഷണലി കണക്ട് വിത്ത് us. അപ്പോൾ ഇഫ് യു ലേൺ ഇംഗ്ലീഷ് യു ആർ ഓപ്പണിംഗ് എ ഡോർ ടു കണക്ടിങ് വിത്ത് എ ലോട്ട് ഓഫ് അതർ പീപ്പിൾ who can also speak English. അപ്പോൾ the point I'm trying to say is that the three secret to speaking is having courage, having the knowledge and third language. ഇത് ഇങ്ങനെയല്ല, ആഴത്തിൽ മനസ്സിലാക്കണമെങ്കിൽ you need to attend my Sunday workshop in which I help people who want to go abroad and live there. കാരണം അവിടെ ചെന്ന് നിങ്ങൾക്ക് കണക്ഷൻ ഉണ്ടാക്കി ഇംഗ്ലീഷിൽ സംസാരിച്ചാൽ think of the promotions you will get, think of the friends you will have, think of the life you will be leading. അപ്പോൾ if you are interested, there is a link in the description. Click and come. It's totally free. It's an intensive workshop where I will tell you more about it. Otherwise, thank you for watching. If you liked my content, please do like and subscribe to my channel. Your support is very much needed. And I'll see you. This is your trainer, Pradeep Hariharan, signing off.